ഹല്ലേലൂയ. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? രാത്രിയിൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചത് വെറുതെ അല്ല. അതിൽ നമുക്കൊരു പ്രതിഫലമുണ്ട്. അത് നമ്മൾ വിശ്വസിക്കണം. അത് നമ്മൾ അവകാശമാക്കണം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്കെന്നുണ്ട് ഒരു പ്രതിഫലം ഉണ്ട് എന്നും വിശ്വസിക്കണം. നമ്മൾ ആത്മീയരായിട്ട് അല്ലെങ്കിൽ ദൈവസഭയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ചുമ്മാതെ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുവാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും പ്രാപിക്കുവാനായിട്ട് കഴിയും വിശ്വാസമുണ്ടെങ്കിൽ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിക്കാൻ കഴിയുന്നതാണ്. വിശ്വാസം കൂടാതെ ദൈവത്തിൽ എന്തെങ്കിലും പ്രാപിക്കുവാനായിട്ട് കഴിയത്തില്ല. വിശ്വാസം കൂടാതെ നമുക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, ദൈവം എന്നെ മാനിക്കും, ദൈവം എന്റെ തലമുറകളെ അനുഗ്രഹിക്കും, ദൈവം എന്നെ ദേശത്ത് മാനിക്കും, ഞാൻ അനുഗ്രഹമായി തീരും. ഇതെപ്പോഴും ദൈവമക്കൾ പറഞ്ഞോണം. പക്ഷെങ്കിൽ സാഹചര്യം പ്രതികൂലമായിരിക്കാം, കഷ്ടെഴുതിയ ചിലപ്പോൾ തോറ്റുപോയെന്നിരിക്കാം, ഹല്ലേലൂയ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ലഭിച്ചില്ലെന്നിരിക്കാം. പക്ഷെങ്കിൽ കർത്താവിന് മാറ്റമില്ല. ഹല്ലേലൂയ. ദൈവവചനത്തിന് മാറ്റമില്ല. നമ്മുടെ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായിരിക്കാം, എന്നാൽ ഹല്ലേലൂയ ദൈവത്തിന് മാറ്റമില്ല. അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അത്ഭുതം നമുക്ക് ഇപ്പോൾ തന്നെ പ്രാപിക്കാം. സൗഖ്യം വേണമോ? കർത്താവിനോട് പറ, എനിക്ക് സൗഖ്യം പ്രാപിക്കും, എനിക്ക് സൗഖ്യം ലഭിക്കും. വിശ്വാസത്തോട് പറ. ദൈവത്തിന്റെ സൗഖ്യമാക്കുന്ന കാര്യം ഹല്ലേലൂയ നമ്മെ തൊടുവാൻ തക്കണമിടയായി. എന്റെ ഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, വിളിച്ചു പറ, എന്റെ കർത്താവ് എന്റെ കടഭാരം മാറ്റുക. ഹല്ലേലൂയ. ഭാവിക്ക് വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. വിളിച്ചു പറ, തക്കതായ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും എന്റെ ദൈവം ജീവിക്കുന്നതിനാൽ എനിക്ക് വേണ്ടി. ഹല്ലേലൂയ. എന്താണ് നമ്മെ അലട്ടുന്ന വിഷയം? എന്താണ് നമ്മുടെ ആവശ്യം? ഹല്ലേലൂയ. വിശ്വസിക്കുമെങ്കിൽ അത് പ്രാപിപ്പാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ചിലത് പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം വായിച്ചു. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. ഒന്നും അസാധ്യമാകുകയില്ല. ഒന്നും അസാധ്യമാകയില്ല. എല്ലാവരും നെഞ്ചത്ത് കൈവച്ച് പറ, എനിക്കൊന്നും അസാധ്യമല്ല, എനിക്കൊന്നും അസാധ്യമാകയില്ല, എനിക്കൊന്നും അസാധ്യമാകയില്ല. നമ്മുടെ സാഹചര്യം എത്ര പ്രതികൂലമായെന്ന് പറഞ്ഞാലും ദൈവമക്കൾ വിശ്വസിക്കുമെങ്കിൽ, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മുടെ അവസ്ഥകൾക്കൊക്കെയും ദൈവം വ്യത്യാസം. ഹല്ലേലൂയ. നമ്മൾ സേവിക്കുന്ന ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. യാചനകൾക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടത് ഒന്ന്, നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കണം. രണ്ട്, വിശ്വാസത്താൽ അത് വിളിച്ചു പറയുവാനായി ഇടയാക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു. ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെ മോളോ മോനോ ടെസ്റ്റ് എഴുതി പാസ്, ഒരാൾ വന്ന് ചോദിക്കുക, എങ്ങനെയുണ്ട് മോന്റെ കാര്യം, എന്തുവായി? ഇങ്ങനെ, ഓ എന്തോ പറയാന്, തോറ്റി കിടക്കുന്നു, ഇങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മൾ പറയരുത്. അതില് ദൈവം അവന് വേണ്ടി വഴിയൊരുക്കും, ദൈവങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കും, ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വാസത്താൽ വിളിച്ചു പറ.
the Lord. നമ്മുടെ ഭാവി ഇരിക്കുന്നത് ദൈവത്തിന്റെ കരങ്ങളിലാണ്. ഇവിടുത്തെ ഗവൺമെന്റ് കരങ്ങളിലല്ല, നമ്മുടെ ടെസ്റ്റ് പേപ്പറിന്റെ കൈകളിലല്ല, നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിലല്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്തേ വിശ്വാസം കൂടാതെ ദൈവത്തെ, വിശ്വാസത്തിന്റെ അളവ് നമ്മൾ വർദ്ധിപ്പിക്കണം. ഹല്ലേലൂയ. എന്തുമാത്രം വിശ്വാസമുണ്ടോ അതനുസരിച്ചാണ് നമ്മൾ പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-19 വാക്യം വായിച്ചേ. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ശ്രദ്ധിച്ച വ്യാപാരത്താൽ വിശ്വസിക്കുന്ന 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 നമുക്ക് വേണ്ടി വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയണം. കർത്താവിൽ വിശ്വസിക്കുന്നവർ, ഹല്ലേലൂയ, കർത്താവിൽ വിശ്വസിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ഒത്തിരി നേട്ടങ്ങളാണ്, ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഉള്ളത്. ഹല്ലേലൂയ. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ വിശ്വാസം നമ്മുടെ വർദ്ധിക്കണം. ഹല്ലേലൂയ. ഇപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ച്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അപ്പോൾ ഓരോ നിലയിലാണ്. നമ്മൾ കുറച്ച് വിശ്വസിച്ചാൽ അതനുസരിച്ച്, കൂടുതൽ വിശ്വസിച്ചാൽ അതനുസരിച്ച്. ഹല്ലേലൂയ. ഞാനിവിടെ നല്ല 2 നില കെട്ടിടം വെക്കുമെന്ന് വിശ്വസിച്ചാൽ ഹല്ലേലൂയ അത് സംഭവിക്കും. ഞാൻ നല്ലൊരു കാർ വാങ്ങിക്കും, ദൈവം എനിക്കത് തരും എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പക്ഷെ ഇതിനു വേണ്ടി അല്ല വിശ്വാസി വന്നത്. ഇത് ചോദിച്ചാലും കർത്താവ് തരും. നമ്മുടെ ലക്ഷ്യം കർത്താവിനെ പ്രസാദിപ്പിക്കാൻ, നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യത്തിൽ. ഇവിടെ കാർ കിട്ടിയാലും ലോറി കിട്ടിയാലും കുറച്ച് നാളെ ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ നിത്യതയിൽ യുഗങ്ങൾ നമുക്ക് ദൈവത്തോടു കൂടി ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം വിട്ടുപോകരുത്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ബാക്കിയല്ല എന്ന് പറഞ്ഞാൽ എന്ത് തിന്നും, എന്തൊടുക്കും, എന്ത് കുടിക്കും, ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് വേണ്ടിയെല്ലാം കർത്താവ് നൽകി തരുവാനായി. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിച്ച് ദൈവത്തിൽ ചിലത് പ്രാപിപ്പാനിടയായി. പ്രത്യേകിച്ച് നിങ്ങൾ ഇവിടെ താമസിക്കുന്നവര് അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ മറ്റുള്ളവര് ഹല്ലേലൂയ സ്തോത്രം അവരാണ്ട് പ്രാർത്ഥിക്കാൻ പോയി, അവർ ദൈവത്തെ സേവിക്കാൻ പോയി, ദൈവം അനുഗ്രഹിച്ചത്. ഹല്ലേലൂയ. അത് പറയണം. ദൈവത്തിന് സ്തോത്രം. സക്കറിയ പ്രവചനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യം പഠിച്ച്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ആ കാലത്ത് ജാതികളുടെ സകല ഭാഷകളിൽ നിന്നും 10 പേർ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രം പിടിച്ചുകൊണ്ട് ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങളും നിങ്ങളോട് കൂടെ വരുന്നു എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചു കഴിയുമ്പോഴാണ് നിങ്ങളുടെ മറ്റൊക്കെ വന്നിട്ട് ഞങ്ങൾ ഏതായാലും നിങ്ങളുടെ കൂടെ വരുന്നു. നിങ്ങളുടെ അനുഗ്രഹം പ്രാപിച്ചില്ലെങ്കിലോ എന്തിനാ പോയെന്ന് പറയിക്കുന്നു. അതുകൊണ്ട്
ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ സഹയിൽ എന്തുവാ വേണ്ടത്? പ്രാർത്ഥന വേണം, വിശ്വാസം വേണം. അതിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ശക്തി ആവരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. ആ വർത്തമാനം കേട്ടപ്പോൾ പറയാണ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ വസ്ത്രമെങ്കിലും സൗഖ്യം വരും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ വിളിച്ചു പറയാൻ പറ്റുമോ? എന്റെ അവസ്ഥയ്ക്ക് എന്റെ കർത്താവ് മാറ്റം തരും. എന്റെ രോഗത്തെ സൗഖ്യമാക്കി, എന്റെ പ്രശ്നത്തിന് പരിഹാരം വിളിച്ചു പറയാം. അവിടെ ആ വിശ്വാസത്തിന്റെ അളവ് കണ്ടോ? അവിടെ യേശു എന്നെ ഒന്ന് തൊട്ടിരുന്നെങ്കിൽ എനിക്ക് സൗഖ്യം വരുമെന്നല്ല, ഞാൻ ആ യേശു വിട്ട വസ്ത്രമെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം. അപ്പോൾ യേശുവിന്റെ ആ ശക്തിയെ കുറിച്ച് അവൾ ഗ്രഹിച്ചത് എന്തുമാത്രമാണ്? നമ്മളെ എന്തുമാത്രമാണ് ഗ്രഹിച്ചിരിക്കുന്നത്? അതൊന്ന് നമ്മൾ വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം. നിങ്ങൾ എഴുതിയിടണം. ഒരു പുസ്തകം, ഒരു ബുക്കിന്റെ സൈഡിൽ എഴുതിയിടുക. നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്ന് എഴുതിയിടുക, വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രയർ സെല്ലുകളുണ്ട്, അവിടെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും എല്ലാവരും കൂടി ഒരു കരം കോർത്തിരുന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് നേടാൻ പറ്റാത്തതൊന്നുമില്ല. യേശുവിന്റെ ഭാഷയെ പറഞ്ഞാൽ നിങ്ങൾക്ക് അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓരോ ഭാഷയെ എങ്ങനെയാണെന്നല്ല പറയേണ്ടത്, നിങ്ങൾ കർത്താവിനോട് പറയണം. കർത്താവേ, എങ്ങനെയാ? അതെ കർത്താവേ, എനിക്ക് ഇന്ന് എന്റെ ആവശ്യങ്ങളുണ്ട്, എന്റെ ദൈവം അത് നിറവേറ്റി തരണമെന്ന് വിശ്വാസത്തോടെ പറയുമെങ്കിൽ രോഗം സൗഖ്യമാക്കുവാൻ, പ്രശ്നം മാറ്റി തരുവാൻ, ആവശ്യത്തിന് സഹായിപ്പാൻ നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. ഹല്ലേലൂയ. പഞ്ചസാര എഴുതിയിട്ട് പേപ്പർ ചോദിച്ചാൽ മധുരം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. നമ്മളിപ്പോഴും പേപ്പർ ചോദിച്ചുകൊണ്ടിരിക്കുക. പഞ്ചസാര തന്നെ വായിട്ടെങ്കിലേ മധുരമാണോ പുളിയാണോ ഉപ്പാണോ എന്ന് അറിയത്തില്ല. നല്ലവനെന്ന് രുചിച്ചാണ്. ഒരു അസുഖം വന്നാൽ ഉടനെ ഓടി ആശുപത്രിയിലോട്ട് പോകാതെ ആദ്യം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുമ്പോൾ ഭാര്യയും ഭർത്താവിന്റെ കാര്യം വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞ് ദൈവം തന്ന ദാനമാണ്, ഇതിന്റെ രോഗം മാറിപ്പോകട്ടെ, ഇത് സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞ് കാര്യം കോർത്തിരുന്ന് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞാലുണ്ടല്ലോ, ഓ ഹല്ലേലൂയ, ഭയങ്കര ടെമ്പറേച്ചറിലിരുന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കാണാം. ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പറയുന്നത്. പിള്ളേർ 4 +2 വരെ ഓരോ മരുന്നും, അത് കഴിഞ്ഞപ്പോൾ അവർക്ക് പഠിക്കാൻ പോകുന്നു. ഇപ്പോഴും അങ്ങനെ മരുന്ന് പോകാറില്ല. അതുവരെ ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളായി പോളിയോയോ ട്രിപ്പോളോ ഫുഡോ ഒന്നും കൊടുക്കാൻ പോയിട്ടില്ല. ഹല്ലേലൂയ. എല്ലാം എന്നെ പോലെ സൈസുകളാണ്. ഒരു കുഴപ്പമോ ഇല്ലാതെ ദൈവം ഇന്ന് നിർത്തി. എന്താണെന്നറിയാവോ? ഈ മഴ മൊത്തം നനഞ്ഞാൽ അവർക്ക് തന്നെ. ഹല്ലേലൂയ. ഈ ആന്റിബയോട്ടിക്കും കുന്തവും ഒക്കെ കൊടുക്കുന്നവർക്ക് ഒരു കാറ്റടിച്ചാൽ മതി, അപ്പൊ പോകും. അപ്പൊ പിന്നെ ചുമയും ഇതും എല്ലാം തുടങ്ങും. അല്ല, കുഞ്ഞുങ്ങൾക്ക് അസുഖം ഉണ്ടാവുന്ന എന്തിനും ഭാര്യയും ഭർത്താവിനെ ഇച്ചിരി അകന്ന് വരുമ്പോഴാണ് ഇവിടെ വരുന്നത്. ഇവര് കൈവച്ച് പ്രാർത്ഥിക്കുന്നതിന് വരെ അല്ലെങ്കിൽ അച്ഛൻ്റെ കുഴപ്പം അല്ലെ, നീ ആദ്യം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ പിശാച് ഇവരെ വഴക്കുണ്ടാക്കിക്കാൻ നോക്കുക. രണ്ടുപേരും ഇവിടെ കാര്യം കോർത്ത് കൈ കോർത്ത് അതിന്റെ കണ്ണുനീരോടൊന്ന് പ്രാർത്ഥിച്ചതോടെ അത്ഭുത വിടുതൽ. നിങ്ങളുടെ ദേഹത്ത് ഈ വിഷം എല്ലാം കൂടെ കുത്തിവെച്ച് നിങ്ങളെ നശിപ്പിക്കാതെ അത് ദൈവികമായി വിടുതൽ പ്രാപിക്കാൻ. സ്തോത്രം. നമ്മുടെ ആവശ്യങ്ങളുടെ മേലെ അതിൽ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. പിള്ളേർ നഴ്സിങ്ങിനൊക്കെ പഠിക്കുമ്പോൾ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ഫീസ് കൊടുക്കണം. ആ സമയമാകുമ്പോഴത്തേക്കൊക്കെ നിങ്ങൾ മുട്ടുമേലിരുന്ന് പ്രാർത്ഥന, കർത്താവേ കുഞ്ഞിന് ഫീസ് കൊടുക്കണം, ദൈവം വഴി ഒരുക്കണമെന്ന് ഒന്ന് നിലവിളിച്ച് നോക്ക്. ഹല്ലേലൂയ. ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ. ഹല്ലേലൂയ. ആ രക്ഷിക്കപ്പെട്ടവരെ എന്തോ വേണേലും കർത്താവിനോട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. കർത്താവേ, എനിക്ക് നല്ലൊരു സാരി വേണം,
സീരിയലിൽ കണ്ട അവിടെ സാരി പോലെ ഒന്നും പറയാം. നമ്മുടെ സാരി ആവശ്യമാണെങ്കിൽ ആലോചിക്കുക, നമുക്കൊരു തുണിയുടെ ആവശ്യമുണ്ട്. കർത്താവ് എനിക്ക് പൈസ ദൈവം എനിക്ക് തരണം. നമ്മുടെ ഒന്നാമത്തെ ആവശ്യം സാരി, കൊച്ചിന് ഒരു ചുരിദാർ. ഒന്നും അങ്ങനെ വെച്ചിട്ട് എല്ലാവരും കൂടെ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നമ്മൾ വിശ്വസിച്ചു പ്രാർത്ഥിക്കണം. നമുക്ക് ആവശ്യമാണ് ദൈവം അങ്ങനെ ഓരോന്നും ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പ്രാർത്ഥിച്ചു. വീട് ഇല്ലായിരുന്നു, അതിൽ കർത്താവ് ഭവനം വേണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവം വീട് തരുവാനായിട്ട് ദൈവത്തിന് നമ്മുടെ എല്ലാ നല്ല ആവശ്യങ്ങളും നിറവേറ്റി തരുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പലപ്പോഴും നമ്മൾ കിട്ടാതെ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നില്ല. ഹല്ലേലൂയ. ഭാര്യയോട് പറഞ്ഞാൽ, ഭർത്താവിനോട് പറഞ്ഞാൽ, ഇവിടുത്തെ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞാൽ പോലും എല്ലാ കാര്യവും പുള്ളിക്ക് എഴുതി തരാൻ പറ്റും. ഈ ജനസമ്പർക്ക പരിപാടി നമ്മൾ എന്നും പുള്ളിയെ കണ്ടു, നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും പുള്ളി അതിൻ്റെ തൊപ്പിട്ടാലും പുള്ളി അതെല്ലാം നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒന്നും നടത്തി തരാൻ പുള്ളിയെ കൊണ്ട് പറ്റും. പക്ഷെങ്കിൽ കർത്താവിനെ കൊണ്ട് അതെങ്ങനെയാ? നമ്മൾ ചോദിക്കുന്നതിലും ലഭിക്കുന്നതിലും അത്യന്തപരമായി നമ്മളെ അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കുവാനായിട്ട് ഇടയാക്കിയത്. ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ പൊതുവെ പറയുന്നത് പിശാച് സമ്മതിക്കുന്നില്ലെന്നാണ്. പുള്ളിക്ക് ഇഷ്ടമല്ല നമ്മൾ നന്നാകുന്ന കാര്യം. നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ മുതൽ, അല്ലെ നമ്മൾ വിശ്വാസത്തിൽ വന്നതിന് ശേഷം മുതൽ പിശാച് എപ്പോഴും നമ്മുടെ പുറകിലാണ് നമ്മളെ എങ്ങനെയും പുറകോട്ട് കൊണ്ടുപോകാനോ അത് അവനങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഡയറക്റ്റായിട്ട് രോഗം തന്നോ പ്രശ്നം തന്നോ ഒന്നും അവനൊന്നും ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ട കാലം മുതൽ നമ്മൾ ഇസഡ് കാറ്റഗറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാര്യം. ഞാൻ പറയുന്നത് നമ്മുടെ ഓ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ചുറ്റും അങ്ങ് ഇസഡ് എന്ന് പറയുന്ന തിരക്ക് ഗ്യാപ്പുണ്ട്. നമുക്ക് മൊത്തം നമ്മുടെ യോവിന് ചുറ്റും വേല് കെട്ടിയതുപോലെ നമ്മുടെ പ്രൊട്ടക്ഷൻ പിശാച് പോലും ഇവരെ നോക്കത്തേ ഉള്ളൂ. ഹല്ലേലൂയ. ഇന്ദിരാഗാന്ധിക്ക് പല പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നിട്ടും മറുപടി വെച്ചു കൊന്നിട്ടു. ഞാനവിടെ പോയി സ്ഥലമൊക്കെ നടന്ന സ്ഥലമൊക്കെ കാണാനൊക്കെ ഇടയായിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ കർത്താവ് തരുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യനായിട്ട് പിശാചിനായിട്ട് തൊടാൻ പറ്റത്തില്ല. ഒരിക്കൽ മെരിക്കോന്റെ ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞ് കുഞ്ഞോട് കൊച്ചമ്മേ നമ്മുടെ കാര്യം കൊടുക്കും. ഭയങ്കര പോരാട്ടമാണ്, വീട്ടിലെ വലിയ പ്രശ്നമാണ്, പ്രാർത്ഥിക്കണം, പിശാച് സമ്മതിക്കുന്നില്ല. എന്തുവാ പ്രശ്നം? ഒന്ന് അച്ചായന് സ്കൂട്ടറിൽ വീട് പിശാച് പോകുന്നതെല്ലാം പുള്ളി തള്ളിയിടുകയെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് പിള്ളേർ വീട്ടിലെ പൈസ അങ്ങ് തികയത്തില്ല. 15-ാം തീയതി ആകുമ്പോഴത്തേക്ക് ശമ്പളം എല്ലാം തീർന്നു. പിന്നെ കടമുണ്ടെങ്കിൽ കടം വാങ്ങിച്ചെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. മൂന്നാമത്തെ പ്രശ്നം, പിള്ളേർ പഠിക്കുന്നില്ല. ഇവിടെ പുസ്തകം എടുത്ത് നോക്കുമ്പോഴേ ഉറക്കം തോന്നാൻ തുടങ്ങി. ഇത്രേ ഉള്ളൂ. ആദ്യം പറഞ്ഞു അച്ചായനോട് പറയണം സ്കൂട്ടർ മര്യാദയ്ക്ക് ഓടിക്കുക, ശ്രദ്ധിച്ച് ഓടിക്കാൻ പറയും. ഇവിടെ ഈ സ്കൂട്ടറിൽ പോകുന്നവരൊക്കെ തെളിയിടാനാണ് എൻ്റെ പിശാചും കഴിയുമായിരുന്നു. ഏതെങ്കിലും ഉദ്ദേശിക്കുന്നില്ല സ്കൂട്ടറിൽ പോകാൻ പറ്റുമോ? എവിടെയെങ്കിലും സുവിശേഷ പ്രവർത്തനം നടത്താൻ പറ്റുമോ? ഇവൻ കൊണ്ട് നേരം കാണത്തുള്ളൂ. അപ്പൊ നമ്മുടെ ആ ധാരണ അങ്ങ് മാറ്റണം. അതെ, പിശാച് തെളിവ് നമ്മൾ സൂക്ഷിക്കാതെ പോയതുകൊണ്ട് അദ്ദേഹം മനസ്സിൽ വേറെ ഏതാണ്ടൊക്കെ കണ്ടുകൊണ്ടാണ് പോയത്, വീണു. അല്ലെങ്കിൽ സാഹചര്യം പിശാചാണ്. ദൈവവൈദ്യനെ തൊടാൻ പിശാചിന് പറ്റത്തില്ല. അത് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത് ചെലവിന്റെ കാര്യം. അപ്പോൾ സഹോദരിയോട് പറഞ്ഞു, സഹോദരി ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി, വരുമാനം അനുസരിച്ച് എന്താ ചെയ്യണം, ചെലവാക്കിയാൽ മതി. ഈ സീരിയലിൽ കാണുന്ന പെണ്ണുങ്ങൾ തുണിയൊക്കെ വാങ്ങിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും വരുമാനം എത്ര രൂപ വരുമാനമുണ്ടോ അതനുസരിച്ച് ബഡ്ജറ്റ് ചെയ്ത് ചെയ്യുക. അതിനപ്പുറത്ത് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇന്ന് പകൽ പറഞ്ഞു, നമ്മൾ ഇതുപോലെ എഴുതിയിട്ടിട്ട് സാരി വേണമല്ലോ, ടി വി വേണമല്ലോ, ഫ്രിഡ്ജ് വേണമല്ലോ, എന്തോ വേണ്ടെന്നുള്ളത് നമ്മുടെ ശമ്പളം കൊടുത്ത് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതങ്ങ് എഴുതിയിടുക, അങ്ങോട്ട് തമ്പുരാനയിലോട്ട് കൊടുക്കുക. കർത്താവ് ഇതൊക്കെ എനിക്കൊരു ആഗ്രഹമുണ്ട്, തമ്പുരാനെ ഒന്ന് തരണമേ എന്ന് പറഞ്ഞു ഒന്ന് പ്രാർത്ഥിച്ചു നോക്കേ. തക്ക സമയമാകുമ്പോൾ എല്ലാം കിട്ടുമല്ലോ. ഹല്ലേലൂയ. പിന്നെ പിള്ളേർ പഠിക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ പുസ്തകം എടുത്ത് നമുക്ക് ഉറക്കാൻ തോന്നി നല്ല രണ്ട് അടി കൊടുക്കും. നല്ല അടി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ തന്നെ ഉണങ്ങോടും പിന്നെ ഉറങ്ങത്തില്ലെന്ന് പറയും. അതിൽ പല പ്രശ്നത്തിനും പരിഹാരം നമ്മുടെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലതിനും പിശാചിനെയാണ് കുറ്റം പറയുന്നത്. നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു ഇത് ആരെയും നമ്മൾ
നമ്മുടെ ഒരു പ്രശ്നം ഭരണകക്ഷി പറയും അത് പ്രതിപക്ഷത്തിന് കുറ്റമാണ്, പ്രതിപക്ഷം പറയും ഇവന്മാർ കയറിയ പിന്നെ ഇങ്ങനെയാണെന്ന് പറയും. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയുന്ന ഒരു സ്വഭാവമാണ് പൊതുവെ നമുക്ക്. ഇത് ആദാമിൽ തുടങ്ങിയതാ. ആരെങ്കിലും ആദാമിനോട് ചോദിച്ചോ പറഞ്ഞ് അവിടെ കാര്യമാണ്, അവിടെ ചോദിച്ചോ പറഞ്ഞ് പിശാചിന്റെ ആണ്. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരാള് മറ്റൊരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ കുറ്റം കൊണ്ടാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാൽ അതൊന്ന് സമ്മതിച്ചു കൊടുത്താൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. നമുക്ക് അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ലോക മനുഷ്യരും ദൈവ മനുഷ്യരും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. കർത്താവ് അങ്ങനെയല്ലേ കാണിച്ചത്? നമ്മൾ കർത്താവിനെയല്ലേ പിൻപറ്റുന്നത്? നമുക്ക് ദോഷം ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, ദൈവമേ അവരെ അനുഗ്രഹിക്കണം, അതിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ. നമ്മുടെ അനുഗ്രഹത്തെ നമ്മൾ തടയുന്ന ഒരു കാര്യമാണ് ദോഷത്തിന് ദോഷം ചെയ്യുക. നമ്മുടെ ഇടയിൽ പിന്നെ കുറുത്തുറും മന്ത്രവാദവും ഗുണ്ടായിസവും ഇല്ല. നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? വേറൊരിടത്ത് പ്രാർത്ഥനയുണ്ടെങ്കിൽ വീട്ടിലെ പ്രാർത്ഥന നടത്തുവാണ്, നമുക്ക് ഇഷ്ടമില്ല, നമ്മൾ അങ്ങോട്ട് പോകത്തില്ല. പിന്നെ ചെറുകളുടെ ഇഷ്ടമില്ലെങ്കിൽ കൈ കൊടുക്കത്തില്ല, പിന്നെ മിണ്ടത്തില്ല. ഇതെല്ലാം എന്തുവാ? ഇതെല്ലാം നമ്മുടെ അനുഗ്രഹത്തെ തടയുന്ന കേസുകൾ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യരുത്. നമ്മുടെ വീട്ടിൽ വന്നപ്പോ അവര് പറഞ്ഞു ഇനി ഉപവാസമൊന്നും വേണ്ട. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോ ഉപവാസം, അത് നമ്മുടെ അനുഗ്രഹത്തെ തടയണം. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആരോഗ്യ എന്തോ ഉണ്ട് കഴിക്കാൻ അല്ലെ കുടിക്കാൻ എന്ന് പറഞ്ഞ് കയറി കഴിച്ചു നോക്ക്, കൈ തരാത്താക്ക എന്തുകൊണ്ട് കൈ കൊടുത്തു നോക്ക്, അനുഗ്രഹം ഇങ്ങനെ ഒഴിവ് നമ്മൾ ബ്ലോക്ക് ചെയ്തേക്കുക. പക്ഷെ അതല്ല, നമ്മൾ തന്നെ ബ്ലോക്ക് ചെയ്തേക്കുക. ഈ കെട്ടിനെ നമ്മൾ ഇന്ന് അഴിച്ചേ പോകാം. ഹല്ലേലൂയ. നമ്മുടെ അനുഗ്രഹത്തെ നമ്മൾ തടയരുത്. ഹല്ലേലൂയ. അവര് മിണ്ടുന്നില്ല, മിണ്ടണ്ടാന്നേ, നിങ്ങൾ അങ്ങോട്ട് മിണ്ടി നോക്കാം. ഹല്ലേലൂയ. നമ്മൾ ആ വിടുതൽ പ്രാപിക്കുവാനായിട്ട് ഇടയാക്കി പറയാം, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അത് അനുഭവിക്കണമെങ്കിൽ ദോഷത്തിന് ലോക മനുഷ്യന് ദോഷത്തിന് അവൻ എന്നെ പറഞ്ഞു, ഞാൻ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്, എന്റെ വായി നാം ശരിക്ക് കേട്ടിട്ടുണ്ട്. അപ്പോഴത്തെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ദോഷത്തിന് ദോഷം ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് സന്തോഷമുണ്ടാകും. അത് ലോക മനുഷ്യന്റെ ദൈവമക്കളുടെ കാര്യം. ദോഷത്തിന് ദോഷം ചെയ്യരുത്, ശകാരത്തിന് ശകാരം ചെയ്യരുത്. കാരണം നമ്മൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെടും. ഹല്ലേലൂയ. നമ്മൾ അനുഗ്രഹം അനുഭവിക്കണമെങ്കിൽ ദോഷത്തിന് ദോഷം ചെയ്യാതെ ഇരിക്കണം. ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്യത്തില്ല, പക്ഷെ ആർക്കും ഒരു ഗുണവും ചെയ്യത്തില്ല. അങ്ങനല്ല, നമ്മൾ ദോഷം വിട്ടാൽ എന്തോ ചെയ്തോണം, ഗുണം ചെയ്യുന്നവരാകണം. ഹല്ലേലൂയ. ദോഷം ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്ലസ് പോയിന്റ് ആണ്, പക്ഷെങ്കിൽ ഗുണം കൂടെ ചെയ്തെങ്കിലേ അത് ശരിയായിട്ട് വരത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഈ ജഡത്തിന്റെ പ്രവർത്തികളെ നമ്മൾ കളഞ്ഞിട്ട് അടുത്തത് സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം, ഇങ്ങനെ 9 എണ്ണം. ഇതിനെ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. അപ്പൊ ഇതിനകത്തുണ്ട് സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അപ്പൊ ഈ ഫലം വന്നാൽ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരാണ്.